തന്നെ എപ്പോഴും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അതിന്റെ ഫണ്ടമെന്റൽ അറിഞ്ഞു കഴിഞ്ഞാൽ അജിത്ത് പറഞ്ഞ സിൻടാക്സ് മാറിയേക്കാരും, പക്ഷെ കൺസെപ്റ്റ് എപ്പോഴും പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ മോസ്റ്റ് ഓഫ് ദ കോൺസെപ്റ്റ് നമുക്ക് സെയിം ആയിരിക്കും. അപ്പം ആ ഫ്രെയിം വർക്ക് പഠിക്കുമ്പോൾ അപ്പോൾ സ്റ്റുഡൻസിനോട് പറയാനുള്ളത് അതായത് ഒന്നിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് നമ്മളെപ്പോഴും വേറെയുള്ള ഓപ്പൺ ആയിരിക്കണം ട്രൈ ചെയ്തുകൊണ്ട് നിൽക്കണം. ഓക്കെ, അതേപോലെ ഈ ഡേറ്റാബേസ് ഇപ്പൊ ഡയറക്റ്റ് ഇപ്പൊ മേൺ സ്റ്റാക്കിൽ മോങ്കോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് നോ SQL സ്റ്റാർട്ട് ചെയ്യണ പകരം ബേസിക് SQL അറിഞ്ഞിട്ട് മോങ്കോ പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതേപോലെ ഇപ്പൊ ഡയറക്റ്റ് റിയാക്ടിനേക്കാളും ഞാൻ പറയാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ പോകണം. നമ്മൾ പ്ലെയിൻ ജാവാസ്ക്രിപ്റ്റിന്റെ ബേസിക് ഫംഗ്ഷനാലിറ്റി, ബേസിക് ഡേറ്റ സ്ട്രക്ചേഴ്സ്, അല്ലെങ്കിൽ എങ്ങനെ ഒപ്റ്റിമൈസ് ജാവാസ്ക്രിപ്റ്റ് ചെയ്താം ES6 അല്ലെങ്കിൽ ലേറ്റസ്റ്റ് വേർഷൻ, സോ ഇതിലെങ്ങനെ നമ്മൾ എഴുതാം, ഇതറിഞ്ഞിട്ട് റിയാക്ട് അല്ലെങ്കിൽ ടൈപ്പ് സ്ക്രിപ്റ്റിൽ പോകണതാണ് എപ്പോഴും ബെസ്റ്റ്. പിന്നെ വാട്ട് അബൌട്ട് ഈ നമ്മളെ ഈ ഫ്രണ്ട് എൻഡിൽ കാണുന്ന സാധനങ്ങൾ, ഇപ്പം CSS കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ജേർണിയിൽ, ഈ റൂട്ട് മാപ്പ്? ഒരു ഫുൾ സ്റ്റാക്ക് ജേർണിയിൽ എൻ്റെ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. CSS എപ്പോഴും നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഈ ഫുൾ സ്റ്റാക്ക് എന്ന് പറയുന്നത്